Good morning. Good morning, ma'am. Good morning. സുഖാണോ? എങ്ങനെയുണ്ട് Good morning, തണുപ്പൊക്കെ? ma'am. സുഖല്ലേ? ഓക്കെ. എനിക്ക് സുഖാണ്. പിന്നെ പഠിച്ചു തുടങ്ങിയോ? നല്ല തണുപ്പുണ്ടല്ലേ? ഓക്കെ ഓക്കെ. രാധികയുടെ വീട് എവിടെയാണ്? ഫീവർ ആണ്. അയ്യോ, പനി വന്നാൽ ബുദ്ധിമുട്ടാണ്. ഇരിപ്പാണ്. പഠിച്ചു തുടങ്ങിയല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നമ്മൾ എത്ര വരെയാ പറഞ്ഞു നിർത്തിയത്? മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെ? മൈക്രോസോഫ്റ്റ് വേർഡ് എന്താണെന്ന് പറഞ്ഞു അല്ലെ? ഡെവലപ്ഡ് ബൈ മൈക്രോസോഫ്റ്റ് ആണ്. വേർഡ് പ്രോസസിംഗ് സോഫ്റ്റ്വെയർ ആണ് മൈക്രോസോഫ്റ്റ്. അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞില്ലേ? ഇനി നെക്സ്റ്റ് ആണ് എന്ത്? വേർഡ് എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്? അപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. ഫസ്റ്റ് പോയിന്റ് എന്താണ്? പേഷ്യന്റ് റെക്കോർഡ് അല്ലെ? പേഷ്യന്റ് റെക്കോർഡ്സ്. Microsoft Word permits healthcare professionals okay. ഇവിടെ തുടങ്ങിയല്ലേ എടുക്കേണ്ടത്? Applicability in hospital. Okay. Patient records. Microsoft Word permits healthcare professionals to and keep electronic patient records. These records consist of patient demographic, medical history, test results, diagnosis, treatment plans, and progress note. Word's formatting options enables the organization and customization of patient information for easy reference and retrieval. എന്താ പറയുന്നത്? പേഷ്യൻസ് റെക്കോർഡ്സ് ഒക്കെ നമ്മൾ എന്തിലാണ് ചെയ്യുന്നത്? വേർഡിലാണ് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ആണെങ്കിൽ പേഷ്യൻസിന്റെ റെക്കോർഡ്സുകൾ, പല റെക്കോർഡ്സുകൾ ഉണ്ടാവും അല്ലെ? അതില് പറയുന്ന കാര്യങ്ങളാണ്, റെക്കോർഡ്സിൽ പറയുന്ന കാര്യങ്ങളാണ്. റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഏതൊക്കെ ഡീറ്റെയിൽസ് ഉണ്ടാവുക? ഡെമോഗ്രാഫിക്, മെഡിക്കൽ ഹിസ്റ്ററി, ടെസ്റ്റ് റിസൾട്ട്, രോഗനിർണയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള്, ട്രീറ്റ്മെന്റ് പ്ലാൻസ്, പ്രോഗ്രസ് നോട്ടൊക്കെ എന്തിലുണ്ടാവും? ആ റെക്കോർഡ്സിൽ ഉണ്ടാവും. ആ റെക്കോർഡ്സ് ഒക്കെ ഏതിലാണ് സൂക്ഷിച്ചു വെക്കുന്നത്? വേർഡിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അതുപോലെ തന്നെ അതിന് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫയലൊക്കെ റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്താണ്? തിരിച്ചെടുക്കാനായിട്ട്, വീണ്ടെടുക്കാനായിട്ട്. ഒന്ന് വിടുമ്പോൾ ചില പേഷ്യൻസിന്റെ ഒക്കെ റെക്കോർഡ്സ് നമ്മള് കമ്പ്യൂട്ടറിൽ എൻ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പേഷ്യൻസിന് എന്തെങ്കിലും ആവശ്യം വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ, റെക്കോർഡ്സ് നോക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താണ്? കമ്പ്യൂട്ടറിൽ നിന്ന് അത് വീണ്ടെടുക്കാനായിട്ട് ഈ വീഡിയോയിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പൊ അതാണ് പേഷ്യൻസ് റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പേഷ്യന്റ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാവും. റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നതാണ്, വീഡിലാണ് സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യൻസ് റെക്കോർഡ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ഉണ്ടാവും, മെഡിക്കൽ ഹിസ്റ്ററീസ്, ടെസ്റ്റ് റിസൾട്ട് ഉണ്ടാവും, ഡയഗ്നോസിസ്, അതുപോലെ ട്രീറ്റ്മെന്റ് പ്ലാൻസ്, അതുപോലെ പ്രോഗ്രസ് നോട്ടുകൾ, അങ്ങനെയുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ റെക്കോർഡ്സിൽ അടങ്ങിയിരിക്കുന്നത്. ഈ റെക്കോർഡ്സ് എവിടെയാണ് സൂക്ഷിച്ചു വെക്കുന്നത്? വേർഡിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത്. ക്ലിയർ ആയോ? അതുപോലെ തന്നെ റെക്കോർഡ്സുമായിട്ട് പലതരത്തിലുള്ള വേർഡില് ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ആ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ഒരു പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ഒക്കെ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനായിട്ട് ഈ വേർഡ് സഹായിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ്? മെഡിക്കൽ റിപ്പോർട്ട്സ് ആൻഡ് ലെറ്റേഴ്സ്. Physicians and other healthcare providers can use Word to create medical reports, referral letters, discharge summaries, and other clinical correspondence. Clinical correspondence എന്ന് പറഞ്ഞാൽ എന്താണ്? കറസ്പോണ്ടൻസ് എന്താണെന്ന് അറിയോ? കത്തിടപാടുകളൊക്കെ നടത്തില്ലേ നമ്മള് ക്ലിനിക്കൽ പരമായിട്ട്?
അതിനെയാണ് കറസ്പോണ്ടൻസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. കത്തിടപാടുകൾ, അതുപോലെ തന്നെ എന്താണ് ഡിസ്ചാർജ് സമ്മറീസ്, റിപ്പോർട്ട്സ്, റെഫറൽ ലെറ്റേഴ്സ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിസിഷ്യൻ ഡോക്ടേഴ്സിനെയും അതുപോലെ തന്നെ മറ്റ് സ്റ്റാഫുകൾക്കും ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിലാണ്, ഈ വേർഡിലാണ്. അതിന് ഇവിടെ സഹായിക്കുന്നത് ഫിസിഷ്യനെയും അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെയും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകള്, ലെറ്റേഴ്സുകള്, ഡിസ്ചാർജ് സമ്മറീസ്, അതുപോലെ കത്തിടപാടുകളൊക്കെ നടത്താനായിട്ട് ഈ വേർഡാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ് തേർഡ് പോയിന്റ് നോക്കിയേ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെ. എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താ? SOPs. SOP എന്താ? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, എല്ലാ ചാപ്റ്ററിലും ഉണ്ടാവും SOPs അല്ലെ. SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്താണ്? ഓരോ പ്രൊസീജിയേഴ്സ് ആണ് അല്ലെ. ഇപ്പൊ എക്യുപ്മെന്റ്സ് ആണെങ്കിലും അല്ലെങ്കിൽ മെഷീൻസ് ആണെങ്കിലും എങ്ങനെയെല്ലാം ഏതൊക്കെ പ്രൊസീജിയറിലൂടെ അത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഈ SOPയില് റൂൾസ് എന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് SOPയിൽ ഉണ്ടാകുന്നത്. അപ്പൊ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കേട്ടോ, മറക്കരുത്, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോ എക്സ്പാൻഡ് ഒക്കെ ചോദിക്കാം, എക്സ്പാൻഡ് SOP. Okay, എന്താണ്? Word is useful for generating and updating SOPs within hospital. These document frame step-by-step instructions for various processes like infections controls protocol, medication administration directives, and emergency response procedures. അപ്പൊ എന്താണ് SOPs എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ പല റൂൾസുകളാണ് അല്ലെ, പല എക്യുപ്മെന്റ്സ് ആണെങ്കിൽ അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയേഴ്സ് ആണ് അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള റൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്, ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾസ്, അങ്ങനെയുള്ള പ്രൊസീജിയേഴ്സ്, ഇൻഫെക്ഷനുമായിട്ട് കൺട്രോൾ ചെയ്യുന്നതിന് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോട്ടോകോൾസ്, അതുപോലെ തന്നെ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്റ്റീവ്സ്. അതെന്താണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് മെഡിസിൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ്, ഗൈഡ് ലൈൻസ്, പ്രൊസീജിയേഴ്സ് ഉണ്ടാവില്ലേ, അതിനെയാണ് നമ്മള് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. എഴുതി വെച്ചോളൂ, മനസ്സിലാവുന്നത് പോലെ എഴുതി വെച്ചോളൂ കേട്ടോ. എന്താണ് മെഡിസിൻസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ്, അതിനെയാണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്, അതെന്താവാം എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയറിൽ വരുന്നത്. കിട്ടിയില്ലേ രണ്ടു കാര്യങ്ങളും, എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയറും മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സും ഒക്കെ ആണോ? കിട്ടിയോ? എന്താണെന്ന് ഇൻസ്ട്രക്ഷൻസ് കേട്ടോ. ഓക്കെ, എന്താണ് മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പോളിസീസ്, പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ് ഒക്കെയാണ് അതിനകത്ത് ഉണ്ടാകുന്നത്. അതുപോലെ എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അത് നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങള്, അതാണ് എമർജൻസി റെസ്പോൺസ് പ്രൊസീജിയേഴ്സ്. ഇതൊക്കെ എന്താണ് ഇങ്ങനെയുള്ള റൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, വേർഡിലാണ് ഇത് ടൈപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേർഡാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. കിട്ടിയില്ലേ? ഇനി നാലാമത്തെ പോയിന്റ് നോക്കിയേ, എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്. എന്താണ്? വേർഡ് can be used to expand educational materials for patients like brochures, handouts, and informational leaflets. Healthcare professionals can generate usually engaging and informative documents to teach patients about various medical conditions, treatment options, preventive measures, and lifestyle changes. നമ്മൾ ഇതിനു വേണ്ടിയിട്ടാണ് ഈ വേർഡ്സ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. എന്തൊക്കെ ടൈപ്പിൽ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ഉണ്ടാവും? ബ്രോഷേഴ്സ്, ഹാൻഡ്ഔട്ട്സ്, അതുപോലെ തന്നെ എന്താണ് ഇൻഫർമേഷൻ ലീഫ്ലെറ്റുകൾ അല്ലെ, ലഘുരേഖകൾ,
അതാണ് ലീഫ്ലെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ലീഫ്ലെറ്റ് എന്ന് പറഞ്ഞാല് ലഘുരേഖ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെയുള്ള ബ്രോഷേഴ്സിൽ, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ആണ് ഈ ബ്രോഷേഴ്സ്, ഹാൻഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ്? പേഷ്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മെഡിക്കൽ കണ്ടീഷൻസ്, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, പ്രിവെന്റീവ് മെഷേഴ്സ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ബ്രോഷേഴ്സിൽ, അതുപോലെയുള്ള എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പോ എന്താണ് ഹോസ്പിറ്റൽസിലൊക്കെ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ പുതിയ സർവീസുകൾ അവര് ഇറക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സർവീസിന്റെ ഭാഗങ്ങള്, ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള് ബ്രോഷേഴ്സിലൊക്കെ? അതൊക്കെയാണ് എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് എന്തിലാണ്? വേർഡിലാണ്. അപ്പൊ വേർഡാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ്, വേൾഡ് ബാക്ക് ദ ക്രിയേഷൻ ഓഫ് റിസർച്ച് പർപ്പസ്, കേസ് സ്റ്റഡി ആൻഡ് സയന്റിഫിക് ആർട്ടിക്കിൾസ്. സയന്റിഫിക് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ശാസ്ത്രീയപരമായിട്ടുള്ള ആർട്ടിക്കിൾസ് കേട്ടോ. നമ്മൾ എന്താണ് ലേഖനങ്ങളൊക്കെ തയ്യാറാക്കില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ റിസർച്ച് പർപ്പസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കേസ് സ്റ്റഡി, അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? വേർഡ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് അല്ലെ, എന്താണ് ഭരണസംബന്ധമായിട്ടുള്ള ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽസ് ക്രിയേറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്. ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് ആയിട്ട് വരുന്നത്? ജസ്റ്റ് ഒന്ന് വടിയിലൊന്ന് വരച്ച്. ഏതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്? മെമ്മോസ്, അതുപോലെ മീറ്റിംഗ് മിനിറ്റ്സ്, പോളിസീസ്, ബഡ്ജറ്റ് റിപ്പോർട്ട്, ഇതൊക്കെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് ആയിട്ട് വരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ഭരണസംബന്ധമായിട്ടുള്ള ഡോക്യുമെന്റ്സ്. അപ്പൊ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. 6 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് കേട്ടോ. വേർഡ് യൂസ് ചെയ്യുന്നത് ഹോസ്പിറ്റൽസിൽ വേർഡ് എങ്ങനെയാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. പേഷ്യൻസ് റെക്കോർഡ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, അതുപോലെ മെഡിക്കൽ റിപ്പോർട്ട്സ്, ലെറ്റേഴ്സ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിസ്ചാർജ് സമ്മറീസ്, റഫറൽ റിപ്പോർട്ട്സ്, ലെറ്റേഴ്സുകൾ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വേർഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ SOPs അല്ലെ, എന്താണ്? സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ്. പല എക്യുപ്മെന്റ്സ് ആയാലും പല മെഷീൻസ് ആയാലും യൂസ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ആണ് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള റൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേർഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ്, നമ്മള് ബ്രോഷേഴ്സ്, ഹാൻഡ് ഔട്ട്സ്, അതുപോലെയുള്ള എഡ്യൂക്കേഷണൽ മെറ്റീരിയൽസ് അവിടെ വരുന്ന പേഷ്യൻസിനായാലും, അതുപോലെ തന്നെ ഈ ബ്രോഷേഴ്സിലൊക്കെ എന്ത് കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്? മെഡിക്കൽ കണ്ടീഷൻസ്, അതുപോലെ ട്രീറ്റ്മെന്റിന്റെ ഓപ്ഷൻസ്, പ്രിവെന്റീവ് മെഷേഴ്സ്, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെയാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെയുള്ള എഡ്യൂക്കേഷൻ മെറ്റീരിയൽസ് ഈ വേർഡിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ് അല്ലെ, റിസർച്ച് പേപ്പേഴ്സ്, കേസ് സ്റ്റഡീസ്, അതുപോലുള്ള സയന്റിഫിക് ആർട്ടിക്കിൾസ് ഒക്കെ തയ്യാറാക്കുന്നതും വേർഡിലൂടെയാണ്. അതുപോലെ എന്താണ് പറയുന്നത്? ലാസ്റ്റ് പോയിന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ്, മെമ്മോസ്, മീറ്റിംഗ് മിനിറ്റ്സ്, അതുപോലെ പോളിസീസ്, ബഡ്ജറ്റ് റിപ്പോർട്ട്സ് ഒക്കെ തയ്യാറാക്കാനായിട്ട് എന്തിലാണ് യൂസ് ചെയ്യുന്നത്? വേർഡിനെയാണ് യൂസ് ചെയ്യുന്നത്. വേർഡിലാണ് ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഡോക്യുമെന്റ്സ് തയ്യാറാക്കാനായിട്ട് വേർഡാണ് യൂസ് ചെയ്യുന്നത്. കിട്ടിയോ? 6 കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ജസ്റ്റ് ഒന്ന് വായിക്കാനുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനും ബുദ്ധിമുട്ടില്ലല്ലോ.
ഡൗട്ട് വരുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഇനി നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് എന്താണ്? മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് അല്ലെ? പവർ പോയിന്റ് സ്ലൈഡ് ഒക്കെ പ്രിപ്പയർ ചെയ്ത ആൾക്കാരുണ്ടോ? സ്ലൈഡ് പ്രസന്റേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? സ്ലൈഡ് പ്രസന്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സ്ലൈഡ് കോളേജിലോ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്ലൈഡ് ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. എന്താണ് സ്ലൈഡ് വഴി നമ്മളിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണ്? എന്താ ബെനിഫിറ്റ് വരുന്നത് സ്ലൈഡ് പ്രസന്റേഷനിലൂടെ ചെയ്യുമ്പോൾ? അഡ്വാൻറ്റേജസ് എന്താ പവർ പോയിന്റിന്റെ? എന്തൊക്കെയാണ്? ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഇത്രയും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതല്ലേ നമ്മള്? എങ്ങനെയാണ്? ഈസി ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. യൂസർ ഫ്രണ്ട്ലി ആണ് അല്ലെ? നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെന്താവാം? ഇതൊക്കെയാവാം. കാണുന്ന ആളുകൾക്ക് എന്താ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മ പറയുന്നത് എന്താണോ അത് പെട്ടെന്ന്, ഇപ്പൊ ചിത്രങ്ങളായാലും അതുപോലെ തന്നെ ഇമേജസ്, പിക്ചേഴ്സ്, വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് വഴി കാണികൾക്ക് അതെന്താണ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട്, പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, നമ്മൾ പറയുന്നത് എന്താണോ അത് പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെയാണോ? ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ. Microsoft PowerPoint. Microsoft PowerPoint is a broadly used presentation software developed by Microsoft. Okay, first line എന്ന് പറയുമ്പോഴത്തേ എന്താണ് ഈ PowerPoint എന്ന് പറഞ്ഞാൽ എന്താണ്? Used to presentation software ആണല്ലേ? Presentation software ആണ്. അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആരാണ്? മൈക്രോസോഫ്റ്റ് കമ്പനിയാണ്. It permits users to generate, edit and deliver dynamic and visually engaging presentations. നമ്മൾ പറഞ്ഞില്ലേ എന്താണ്? എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും, അതുപോലെ തന്നെ വിഷ്വലൈസ് ചെയ്യാനായിട്ട് അല്ലെ? വിഷ്വലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു പ്രസന്റേഷൻ ആണ് ഈ പവർ പോയിന്റ് എന്ന് പറയുന്നത്. അതുവഴി കാണികൾക്ക് അത് നന്നായിട്ട് മനസ്സിലാവാനും പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യാനും, ഇപ്പൊ പറയുന്ന ആൾ എന്താണോ പറയുന്നത്, ഇപ്പൊ പാരാവാരമായിട്ട് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് കാണുന്ന ആളുകൾക്ക് അത് ബോറടിക്കും അല്ലെ? പിക്ചേഴ്സ് ആയിട്ടോ വീഡിയോസ് ആയിട്ടോ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് അവരെ കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. Here are some main features and benefit of MS PowerPoint. ഈ PowerPointന്റെ ഫീച്ചേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? സ്ലൈഡ് ക്രിയേഷൻ അല്ലെ? സ്ലൈഡ് ക്രിയേഷൻ ചെയ്യാൻ പറ്റിയ നമുക്ക് പലതരത്തില് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇഷ്ടത്തില് ബുള്ളറ്റിൻ കൊടുത്ത് അല്ലെങ്കിൽ ഇമേജസ് വെച്ചിട്ട് അല്ലെങ്കിൽ ടേബിൾ ആക്കിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. PowerPoint extends a user-friendly interface for generating slides. Users can easily add text, image, shape, chart, and multimedia elements to slide, which enable them to carry information in an effective manner. പറഞ്ഞില്ലേ നമ്മൾ എന്താണ് ടെക്സ്റ്റുകൾ അല്ലെ?
ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇമേജസ്, ഷേപ്സ്, അതുപോലെ ചാർട്ടുകൾ, ടേബിളുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത്, സ്ലൈഡ് ക്രിയേഷൻ. പിന്നെ എന്താണ്, സ്ലൈഡ് ഫോർമാറ്റിംഗ് അല്ലെ. എന്താണ്, PowerPoint offers a wide range of formatting options to customize the appearance of slides. Users can apply themes, alter fonts, colors and backgrounds, and use transitions and animations to improve visual appeal and engage the audience. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, പല കളറിങ് കൊടുത്തിട്ട് അല്ല പല ബാക്ക്ഗ്രൗണ്ട് അല്ലെ, ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. അത് അല്ലെങ്കിൽ എന്താണ്, പിക്ചറൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ എന്താണ്, പല പിക്ചേഴ്സുകൾ ആയിട്ടുള്ള ലേഔട്ടുകളും സ്ലൈഡുകളും ഉണ്ടാവും. നമുക്ക് കാണിച്ചു തരാട്ടോ മിസ്, ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിക്ചേഴ്സ് ഒക്കെ കാണിച്ചു തരാം, അപ്പൊ കൂടുതലായിട്ട് മനസ്സിലാവും. മാറ്റാനായിട്ട്, രൂപങ്ങൾ മാറ്റാനായിട്ട്, അതുപോലെ എന്താ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അനിമേഷൻസ് കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്ലൈഡ് പ്രസന്റേഷനിലൂടെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്താണ്, സ്ലൈഡ് ലേഔട്ട്സ്. PowerPoint provides slide layouts designed previously, making it easy to generate consistent and professional looking presentation. Users can select from a variety of layouts for little slides, context slides, comparison slides, and more, saving time and effort in slide design. അല്ലെ, എന്താണ്, നമ്മൾ സ്ലൈഡിലൂടെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, പല തരത്തിൽ നമുക്ക് സ്ലൈഡ് പ്രസന്റേഷൻ ചെയ്യാം. കമ്പാരിസൺ സ്ലൈഡ്സ് ഉണ്ട്, അതുപോലെ കണ്ടന്റ് ബേസ്ഡ് സ്ലൈഡ് ഉണ്ട്, ലിറ്റിൽ സ്ലൈഡ് ഉണ്ട്, ചിലപ്പോൾ എന്താണ് പിക്ചർ മാത്രം നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ പല തരത്തിൽ നമുക്ക് ലേഔട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇപ്പോ അവിടെ കമ്പ്യൂട്ടറിൽ തന്നെ ചിലപ്പോ പിക്ചർ ആയിട്ടുള്ള ലേഔട്ട്, പിക്ചർ ആയിട്ടുള്ള സ്ലൈഡുകൾ ഉണ്ടാവാം. അപ്പൊ അതിൽ നമുക്ക് വേണമെങ്കിൽ എഴുതാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പൊ മിസ് കാണിച്ചു തരാം കേട്ടോ, അത് മനസ്സിലാവും. അപ്പൊ കമ്പാരിസൺ സ്ലൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, രണ്ട് ടേബിളുകൾ ഉണ്ടാവും, ചിലപ്പോൾ സെയിം പിക്ചർ തന്നെയായിരിക്കും. ആ സെയിം പിക്ചർ നമുക്ക് കമ്പാരിസൺ ചെയ്തിട്ട് നമുക്ക് അവിടെ എന്താണ് പ്രസന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താണ് ഈ PowerPointലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി എന്താ പറയുന്നത്, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻ. PowerPoint permits a insertion of multimedia elements like image, audios, and videos, files, etc. This makes use able to incorporate visual and authorities aids into their presentation, make them more interactive and engaging. എന്താണ് നമ്മൾ പറയുന്നു അല്ലെ, പല ഇമേജസുകൾ നമുക്ക് പ്രസന്റ് ചെയ്യാം, വീഡിയോസ് കയറ്റാം, ഓഡിയോസ്, പിക്ചേഴ്സുകൾ, അങ്ങനെ അനിമേഷൻസ് ഒക്കെ കൊടുക്കുന്നതിലൂടെ മറ്റുള്ളവരെ നമുക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാനും മറ്റുള്ളവർക്ക് നമ്മൾ പറയുന്നത് എന്താണോ അത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ പറഞ്ഞത്? 4 കാര്യങ്ങള്. ഓക്കെ, പിന്നെന്താണ് ഓവറോൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഓവറോൾ Microsoft PowerPoint provides a powerful ground of generating visual appealing and impactful presentations. It user-friendly interface, formatting options, multimedia integrations, collaborations features make it a popular selection for professionals, educators, and individuals who look to communicate information in an effective manner. നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് നല്ല രീതിയിൽ ഇങ്ങനെയുള്ള PowerPoint പ്രസന്റേഷനിലൂടെ നമ്മൾ വീഡിയോസ്, ഓഡിയോസ്, ഇമേജസ്, അങ്ങനെയുള്ള പല പിക്ചേഴ്സുകൾ, ഇഫക്റ്റുകൾ കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ പ്രസന്റ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ നമുക്ക് എന്താണ് കാണികളെ നമുക്ക് എൻകറേജ് ചെയ്യിപ്പിക്കാനായിട്ട്, അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിപ്പിക്കുന്നുണ്ട്. ഇതൊരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ആണ്. അതുപോലെ പല ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്, മൾട്ടിമീഡിയ ഇന്റഗ്രേഷൻസ് ഉണ്ട്, അങ്ങനെ കാലിബ്രേഷൻസ്, കൊളാബറേഷൻസ് എന്നിവയൊക്കെ എന്താണ്, ഇവയിലൂടെയൊക്കെ പ്രൊഫഷണൽസിനെയും അതുപോലെ തന്നെ അവിടെയുള്ള ടീച്ചേഴ്സിനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഈ PowerPointലൂടെ സാധിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇപ്പൊ ടീച്ചർമാരുടെ മുമ്പിലിരിക്കുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട്, അതുപോലെ തന്നെ പ്രൊഫഷണൽസിനായാലും അവരുടെ കാര്യങ്ങളൊക്കെ
ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ പല പ്രൊഫഷണൽസ് ഉണ്ടാവുമല്ലോ, ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഒക്കെ ഉണ്ടാവും. അവർക്ക് അവരുടെ നിയമങ്ങൾ, അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കൽ പ്ലാൻസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പവർ പോയിന്റിലൂടെ അവർക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ? അങ്ങനത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ പവർ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. കേൾക്കാം. ഇനി നോക്കി, അപ്ലിക്കബിലിറ്റി ഇൻ ഹോസ്പിറ്റൽ. പവർ പോയിന്റ് എങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ്? എന്താണ് നാലാമത്തെ പോയിന്റ് പറയണോ? നാലാമത്തെ പോയിന്റ് എന്താണ്? പവർ പോയിന്റിലൂടെ നമ്മൾ ഇമേജസ് കൊടുക്കാൻ പറ്റും, അതുപോലെ ഓഡിയോസ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റും, അതുപോലെ വീഡിയോസ്. ഇങ്ങനെയുള്ള വീഡിയോസ്, ഓഡിയോസ്, ഇമേജസ്, പല പിക്ചേഴ്സ് ഒക്കെ കൊടുക്കുന്നതിലൂടെ നമുക്ക് എന്താണ്, കാണികളെ അട്രാക്റ്റീവ് ആക്കാനായിട്ട്, നമ്മൾ പറയുന്നത് എന്താണോ അത് അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിയേ, എന്താണ് ഇതൊരു എന്താണ് PDF അല്ലെ? ഈ PDF നിങ്ങൾ ഇങ്ങനെ പാരാപാരം വായിക്കുന്നതിനെക്കാട്ടി കൂടുതൽ എന്തെങ്കിലും ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു വീഡിയോസോ ഓഡിയോസോ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്ക് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവാനായിട്ട് പറ്റില്ലേ? അതാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ. ഓക്കെ, മനസ്സിലായോ? ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ ഓഡിയോസ്, വീഡിയോസ് ഒക്കെ ആഡ് ചെയ്യുന്നത് വഴി മറ്റുള്ളവരെ അട്രാക്റ്റീവ് ആക്കാനായിട്ട്, നമ്മൾ പറയുന്ന കണ്ടന്റ് എന്താണോ അത് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രീതിയിലൊരു എന്താണ്, ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. കിട്ടിയോ? അത് മനസ്സിലായോ? അതുപോലെ തന്നെ പ്രൊഫഷണൽസിനായാലും ടീച്ചർമാർക്കായാലും എന്താണ്, കൂടുതൽ കാര്യങ്ങൾ കുട്ടിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പറയാം. ഓക്കെ, ഇനി ഹോസ്പിറ്റലുകളിൽ ഈ പവർ പോയിന്റ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. എന്താണ്? മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. പവർ പോയിന്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ഹോസ്പിറ്റൽ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് പ്രോഗ്രാംസ്. അപ്പൊ എന്താണ് പവർ പോയിന്റ് വൈഡ്ലി യൂസ് ചെയ്യുന്നത്? ഹോസ്പിറ്റലുകളിൽ വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിനൊക്കെയാണ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ആയിട്ട് അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നതിലൂടെയൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? വൈഡ്ലി. കൂടുതലായിട്ടും ഈ പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട്, അതുപോലെ തന്നെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പവർ പോയിന്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് മേക്ക് health care professionals able to create visually engaging presentations, to give out lectures, conduct workshops, and provide teaching materials to staff members, medical students, and parents.
പേഷ്യൻസ്. എന്താ പറയുന്നത്, നമ്മൾ പറഞ്ഞ പോലെ വിഷ്വലി ആയിട്ട് നമ്മള് ഒരു വിഷ്വലൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പവർ പോയിന്റിൽ. അപ്പൊ എന്തൊക്കെയാണ് കണ്ടക്ട് ചെയ്യാൻ വിഷ്വലൈസേഷൻ വഴി? വർക്ക്ഷോപ്പ് നമുക്ക് അതിലൂടെ കണ്ടക്ട് ചെയ്യാം, അതിലൂടെ ടീച്ചിങ് മെറ്റീരിയൽസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം അല്ലെ, അവിടെയുള്ള സ്റ്റാഫിനായാലും സ്റ്റാഫ് മെമ്പേഴ്സിനായാലും അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റുഡൻസ്. എന്താണ് ഇപ്പോ മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലൊക്കെ എന്താണ് മെഡിക്കൽ സ്റ്റുഡൻസ് ഉണ്ടാവില്ലേ, അത് പഠിക്കാനായിട്ടുള്ള ആളുകള്, അങ്ങനെയുള്ള സ്റ്റുഡൻസിനൊക്കെ നമുക്ക് എന്താണ് ഈ പവർ പോയിന്റിലൂടെ എല്ലാ കാര്യങ്ങളും പ്രസന്റ് ചെയ്യുന്നതിലൂടെ അവർക്ക് പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ പേഷ്യൻസിന് അവരുടെ ട്രീറ്റ്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങള് അങ്ങനെയെല്ലാം ഈ പവർ പോയിന്റിലൂടെ പ്രസന്റ് ചെയ്യുന്നതിലൂടെ എന്താണ് നല്ല രീതിയിൽ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനായിട്ട്, അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, പേഷ്യൻസിനായാലും അവരുടെ കണ്ടീഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ്, സർവീസുകൾ കൊടുക്കുന്നുണ്ട് പേഷ്യൻസിന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പവർ പോയിന്റിലൂടെ ഇവർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രസന്റ് ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങള് ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നോക്കിയേ എങ്ങനെയൊക്കെയാണ് അപ്ലിക്കബിലിറ്റി എന്ന് പറഞ്ഞാല്, clinical presentation, managing and administrative presentation, visual aids for conference and events. അപ്പൊ 3 കാര്യങ്ങളാണ് ഈ പവർ പോയിന്റിലൂടെ ഹോസ്പിറ്റലിന്റെ അപ്ലിക്കബിലിറ്റി ആയിട്ട് വരുന്നത് കേട്ടോ. ക്ലിനിക്കൽ പ്രസന്റേഷൻ ഉണ്ട്, മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ, വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസ് ആൻഡ് ഇവന്റ്സ്. ഫസ്റ്റ് വൺ നോക്കിയേ, ക്ലിനിക്കൽ പ്രസന്റേഷൻ. PowerPoint is generally employed for clinical presentations, conference, and shown in hospitals. Physicians and healthcare professionals used it to display research findings, case studies, treatment protocols, and clinical outcomes to their co-workers, encouraging knowledge sharing and professional advancement. എന്താണ് ഈ പവർ പോയിന്റിലൂടെ ഡോക്ടർമാർ എന്ത് ചെയ്യുന്നുണ്ട്, പവർ പോയിന്റ് വഴിയാണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്നത്. പവർ പോയിന്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ ചെയ്യുന്നത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും കോൺഫറൻസ് നടത്തണമെങ്കിൽ എന്താണ് പവർ പോയിന്റിലൂടെയാണ് അല്ലെ നടത്തുന്നത്. നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, കോൺഫറൻസ് മീറ്റിംഗ് ഒക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങള്? എങ്ങനെയാണ് നടത്തുന്നത്? പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണല്ലേ അവർ ചെയ്യുന്നത്. പല ബിസിനസ് മേഖലകള് കോൺഫറൻസ് ഒക്കെ നടത്തുന്നത് എങ്ങനെയാണ്? ഈ പവർ പോയിന്റിലൂടെയാണ്. അതുപോലെ തന്നെ ഇപ്പോ റൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്യുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പവർ പോയിന്റിലൂടെയാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ ഡോക്ടർമാർ ഇപ്പൊ പുതിയൊരു രോഗം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള റിസർച്ച്, അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസ് ഉണ്ട്. ഈ പുതിയ രോഗം കണ്ടുപിടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾസുകള്, ക്ലിനിക്കൽ ഔട്ട്കംസുകള്, അതുപോലെ തന്നെ റിസർച്ച് ഫൈൻഡിങ്സ്, കേസ് സ്റ്റഡീസ്, ഇതൊക്കെ നടത്തുന്നത് ഏതിലൂടെയാണ്? ഈ പവർ പോയിന്റിലൂടെയാണ് അവരെ കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ എന്താണ്, മാത്രമല്ല അവർക്ക് എന്താണ് ഇപ്പോ നോളജ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട നോളജ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ മറ്റു ഡോക്ടേഴ്സുമാരോടൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പവർ പോയിന്റിലൂടെയാണ് അവര് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതാണ് ക്ലിനിക്കൽ പ്രസന്റേഷൻ. മനസ്സിലായോ? എന്താ പറഞ്ഞത്? ഡോക്ടേഴ്സിന് കോൺഫറൻസ് നടത്താൻ വേണ്ടിയിട്ട്, അതുപോലെ റൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ പവർ പോയിന്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു പുതിയ രോഗം ഡോക്ടേഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് റിസർച്ച് ഫൈൻഡിങ്സ്, കേസ് സ്റ്റഡീസ്, ട്രീറ്റ്മെന്റ് പ്രോട്ടോകോള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈ പവർ പോയിന്റ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. പവർ പോയിന്റിലൂടെയാണ് അവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പുതിയ രോഗമൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം എന്തെങ്കിലും നോളജ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സജഷൻസ് ഒക്കെ മറ്റുള്ള ഡോക്ടേഴ്സുമാരോടൊക്കെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവര് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ പവർ പോയിന്റിലൂടെയാണ് അവരത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ക്ലിനിക്കൽ പ്രസന്റേഷൻ മനസ്സിലായോ? ക്ലിനിക്കൽ പ്രസന്റേഷൻ എന്താണെന്ന്? ഓക്കെ. ഇനി എന്താണ് മാനേജിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ? ഹോസ്പിറ്റൽ
use it for vast meeting, departmental meeting, and strategic planning sessions. It assists in visualizing data, presenting reports, and communicating organizational goals and policies in an effective manner. നമ്മൾ പറഞ്ഞു അല്ലെ, അഡ്മിനിസ്ട്രേഷൻ ഏരിയ എന്ന് പറഞ്ഞാല് പോളിസീസ് പ്രൊസീജിയർ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഏരിയാസ് ആണ്. അപ്പോ അവരുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇതിലൂടെയാണ് പവർ പോയിന്റിലൂടെയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത്? അതുപോലെ തന്നെയുള്ള ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അവർക്ക് ഓരോ മാസവും ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ് ഉണ്ടാവും. ഡിപ്പാർട്ട്മെന്റൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് പവർ പോയിന്റ് ആണ്. അതുപോലെ തന്നെ സ്ട്രാറ്റജിക് പ്ലാനിങ്. നിങ്ങള് കിങ് ലെയർ കണ്ടിട്ടുണ്ട്? കിങ് ലെയർ, ദിലീപിന്റെ ഫിലിം കിങ് ലെയർ. അതിനകത്ത് അവര് പ്ലാൻ ചെയ്യുന്നില്ലേ, എന്താണ് ഒരു ടൂത്ത് പേസ്റ്റോ അല്ലെങ്കിൽ ക്രീമോ, കൃത്യമായിട്ട് ഓർക്കുന്നില്ല മിസ്, ടൂത്ത് പേസ്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലെ. അതിന് വേണ്ടിയിട്ട് എന്താണ്, അതിൽ കൂടുതൽ സെയിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിന്റെ ഹോള് വലുതാക്കാനായിട്ട് പറയുന്നില്ലേ. അപ്പൊ കുറെ ഇരുന്നവർ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെ. സ്ട്രാറ്റജിക് പ്ലാനിങ് ആണ് അവിടെ നടത്തുന്നത്. അപ്പൊ ഇതെന്താണ്, ഇപ്പൊ ഒരു മന്ത് കൊണ്ട് തീരുന്ന ക്രീം ആണെങ്കിൽ ആ ഹോള് വലുതാക്കി കഴിഞ്ഞാല് എന്താണ്, പകുതി മന്താകുമ്പോൾ തന്നെ ആൾക്കാർ അത് യൂസ് ചെയ്യുമ്പോൾ തീരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സെയിൽ കൂടുതൽ, അത് മാർക്കറ്റിംഗ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അവര് നടത്തുന്ന പ്ലാനിങ്ങും എന്താണ്, തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ് ആണ്. അപ്പൊ ഹോസ്പിറ്റലിനായാലും ബിസിനസ്സുകാർക്കായാലും എന്താണ്, ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് പ്ലാനുകൾ ഉണ്ട്. അതൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ് അവരത് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ ആണോ? അതാണ് മാനേജിങ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രസന്റേഷൻ. ഓക്കെ, ഇനി എന്താണ്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ ഗോൾസ്, ഓർഗനൈസേഷൻ ഗോൾസ് എന്താണ്, അതിന്റെ പോളിസീസ് എന്താണെന്നൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ പവർ പോയിന്റിലൂടെയാണ്. ഇനി നെക്സ്റ്റ് നോക്കിയേ, വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസ് ആൻഡ് ഇവന്റ്സ്. ഹോസ്പിറ്റൽസ് ഓഫ്റ്റൻ ടേക്ക് പാർട്ട് in conference, health fairs, and community events. PowerPoint permits them to create visual. 1 minute ട്ടോ. വെള്ളം കുടിക്കട്ടെ മിസ്. Okay, them to create visually captivating presentations to display their service, initiatives, and achievements. These presentations aid hospitals to attract patients, build partnership, and promote their brand image. എന്താ പറയുന്നത്, നമ്മളിങ്ങനെ എന്താണ് പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ കാര്യങ്ങൾ അല്ലെ വിഷ്വൽ ആയിട്ട്. ഇപ്പൊ കോൺഫറൻസ് ചെയ്യുമ്പോൾ കോൺഫറൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുപോലെ ഹെൽത്ത് ഫെയർസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മേളകൾ സംഘടിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, കമ്മ്യൂണിറ്റി ഇവന്റ്സ് ഒക്കെ എന്ത് വഴിയാണ് ചെയ്യുന്നത്, ഈ പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്. പവർ പോയിന്റ് പ്രസന്റേഷൻ യൂസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മേളകൾ സംഘടിപ്പിക്കുന്നത്, കോൺഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഇവന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഈ പവർ പോയിന്റിലൂടെയാണ്. അതുപോലെ തന്നെ എന്താണ്, ഹോസ്പിറ്റൽസിൽ വിവിധ സേവനങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പൊ കുറെ ആളുകൾക്ക് ട്രീറ്റ്മെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്, അതുപോലെ തന്നെ എന്താണ് ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സേവനങ്ങളും ഒക്കെ നടത്തുന്നത് ഈ പവർ പോയിന്റ് വിഷ്വലൈസിങ് വഴിയായിട്ടാണ്. അങ്ങനെ വിഷ്വലൈസിങ് വഴി കൂടുതൽ ആളുകൾ അത് കാണാനായിട്ട് ഇടവരികയും അതുപോലെ തന്നെ എന്താണ്
ബിൽഡ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള സേവനങ്ങൾ ആളുകളിലേക്ക് കൂടുതൽ എത്തുമ്പോൾ മറ്റു കമ്പനികൾ വന്നിട്ട് എന്ത് ചെയ്യും, അവരുടെ ഷെയർ നമ്മളിലേക്ക് നിക്ഷേപിക്കാനായിട്ട് ഇടവരുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം ഇങ്ങനെയുള്ള സേവനങ്ങൾ ഹോസ്പിറ്റൽസ് ഒക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കുക, അതുപോലെ ഫുഡുകൾ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ വിഷ്വലൈസിംഗ് വഴി അങ്ങനെ പവർ പോയിന്റിലൂടെ ചെയ്യുമ്പോൾ മറ്റു കമ്പനീസ് ഒക്കെ കാണാൻ ഇടവരുമ്പോൾ അവരുടെ ഷെയർസ് നമ്മളിലേക്ക് നിക്ഷേപിക്കാൻ ഇടവരുന്നുണ്ട്. അങ്ങനെ നിക്ഷേപിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇമേജ് അല്ലെ, ബ്രാൻഡ് ഇമേജ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് പറയുന്നത് കേട്ടോ. വിഷ്വൽ എയ്ഡ്സ് ഫോർ കോൺഫറൻസ് ആൻഡ് ഇവന്റ്സ്. ക്ലിയർ ആയോ? In short, Microsoft PowerPoint is a multi-faced tools used in hospitals for medical education, clinical presentation, patient education, administrative motives, quality improvement initiatives, research diminution, internal communication, and external events externally happening. It is visual appeal, multimedia capabilities, and cases of use make it an essential software for effectively conveying healthcare information within hospitals and beyond. എന്താ പറയുന്നത്? എന്താണ് ഇവിടെ റിസർച്ച് ഡിമിനിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർസുകള്, റിസർച്ച് ഫൈൻഡിങ്സ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഷെയർ റിസർച്ച് ഫൈൻഡിങ്സിനെ ഷെയർ ചെയ്യുന്നതിനെയാണ് റിസർച്ച് ഡിമിനിഷിംഗ് എന്ന് പറയുന്നത്. റിസർച്ച് ഡിമിനിഷിംഗ് അല്ല കേട്ടോ, മിസ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. ഡിസെമിനേഷൻ. റിസർച്ച് ഡിസെമിനേഷൻ എന്ന് പറയുന്നത് ഷെയർസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഷെയർ റിസർച്ച് ഫൈൻഡിങ്സ് ഷെയർ ചെയ്യുന്നതിനെയാണ് റിസർച്ച് ഡിസെമിനേഷൻ മീൻസ് ഷെയർ റിസർച്ച് ഫൈൻഡിങ്സ് ഷെയർ ചെയ്യുന്നതാണ് ഷെയർ ഡിസെമിനേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പവർ പോയിന്റിലൂടെ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ്? മെഡിക്കൽ എഡ്യൂക്കേഷൻ, ക്ലിനിക്കൽ പ്രസന്റേഷൻസ്, അതുപോലെ പേഷ്യന്റ് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേറ്റീവ് മോട്ടീവ്സ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്, റിസർച്ച് ഡിസെമിനേഷൻ, ഷെയർ റിസർച്ച് ഫൈൻഡിങ്സ് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ. എന്താണ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ? ഹോസ്പിറ്റലാണെങ്കിൽ അതിനകത്തുള്ള സ്റ്റാഫുകൾ തമ്മിൽ പരസ്പരം അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഇന്റേണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല്. അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഇവന്റ്, എക്സ്റ്റേണലി ഹാപ്പനിങ് എന്താ പറയുന്നത്? എക്സ്റ്റേണൽ ആയിട്ടുള്ള, പുറത്തുള്ള അല്ലെ. ഇന്റേണൽ എന്ന് പറഞ്ഞാല് അകത്തുള്ളത്, എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാല് പുറത്ത് ഉള്ള ആളുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ പവർ പോയിന്റിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് പവർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൾട്ടിമീഡിയ ക്യാപ്പബിലിറ്റീസ് ഉണ്ട് അല്ലെ, കഴിവുണ്ട്. പല കാര്യങ്ങളും ചെയ്യാനായിട്ട് എന്താണ്? ചിത്രങ്ങൾ ഉൾപ്പെടുത്താം, വീഡിയോസ്, ഓഡിയോസ്, പല പിക്ചേഴ്സുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനായിട്ട് ഈ പവർ പോയിന്റിലൂടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ഹോസ്പിറ്റൽ മാത്രമല്ല എല്ലായിടത്തും ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ പവർ പോയിന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്താണ്? സ്കൂളിൽ ഉപയോഗിക്കുന്നുണ്ട്, കോളേജസിൽ, അതുപോലെ ബിസിനസ് മേഖലയിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഹോസ്പിറ്റലിൽ മാത്രമല്ല പലയിടത്തും എഫക്റ്റീവ് ആയിട്ട് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണോ? മനസ്സിലായോ എന്താണെന്നുള്ളത്? ക്ലിയർ ആണ് അല്ലെ? ഇത്രയും കാര്യങ്ങൾ പഠിക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഞാൻ മിസ് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. 1 മിനിറ്റ് കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി, പിക്ചേഴ്സ് കാണിച്ചു തരാം കേട്ടോ മിസ്.
ഇത് കണ്ടോ നിങ്ങള്? എന്താ സ്ലൈഡ് ആണ് കേട്ടോ. പല ലേഔട്ടുകളും പറഞ്ഞില്ലേ മിസ്, എഫക്റ്റുകളായിട്ടുള്ള ലേഔട്ടുകൾ ഉണ്ടെന്ന്. പല പിക്ചേഴ്സുകളുമുള്ള സ്ലൈഡുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. ബ്ലാങ്ക് സ്ലൈഡ് ഉണ്ട്, പല പിക്ചേഴ്സുകൾ കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ പല പിക്ചേഴ്സുകളായിട്ടുള്ള ഓൾറെഡി അവിടെ നമ്മുടെ കമ്പ്യൂട്ടറിലുണ്ടാവും. അങ്ങനെയുള്ള സ്ലൈഡ് ആണ് ഇത്, ലേഔട്ട്സുകൾ കേട്ടോ. ഇനി എന്താണ് നെക്സ്റ്റ് നോക്കി. നെക്സ്റ്റ് എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, കമ്പാരിസൺ ടേബിള് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളത്. സ്ലൈഡില് അങ്ങനെ പല ടേബിളുകളായിട്ട് ആഡ് ചെയ്യാം. അതാണ് ടേബിൾ. ഇനി നോക്കിയേ, ഇനി നെക്സ്റ്റ് ആണ് പല സ്ലൈഡുകൾ നമ്മൾ പറഞ്ഞില്ലേ. എന്താണ് കമ്പാരിസൺ ഉണ്ട്, അതുപോലെ ബ്ലാങ്ക് സ്ലൈഡ് കണ്ടോ, ബ്ലാങ്ക് സ്ലൈഡ് ഉണ്ട്. അതുപോലെ എന്താണ് രണ്ട് കണ്ടന്റ് എഴുതാവുന്ന ടേബിള്. അതുപോലെ എന്താണ് ടൈറ്റിൽ ഓൺലി അല്ലെ, ടൈറ്റിൽ മാത്രം എഴുതാൻ പറ്റുന്നത്. പിക്ചേഴ്സുകൾ ആഡ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ. കണ്ടന്റ് ഇവിടെ എഴുതിയിട്ട് പിക്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെയുള്ള പലതരത്തിലുള്ള സ്ലൈഡുകളാണ് ഇവിടെ കാണുന്നത്. കമ്പാരിസൺ ടേബിൾ കണ്ടില്ലേ, നമ്മളിവിടെ പഠിച്ചില്ലേ എന്താണ് പിക്ചേഴ്സ് സെയിം തന്നെയായിരിക്കും, അത് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഇവിടെ കമ്പയർ ചെയ്ത് എഴുതാം. കണ്ടോ നിങ്ങള്? ഇനി നോക്കിയേ, ഇതാണ് എന്ത് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ആഡ്സുകൾ കൊടുക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണ് റെസ്യൂമൊക്കെ എഴുതുന്ന പോലെ തന്നെയുള്ള സെയിം ആണ് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബ്രോഷർ പോലെ തന്നെയുള്ള അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത് കേട്ടോ. ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ ലോഗോ, അതിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്ത്. അപ്പം റെസ്യൂം അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. പ്ലെയേഴ്സ് റെസ്യൂം അങ്ങനെ തന്നെയല്ലേ, നമ്മളുടെ ഫോട്ടോ ഉണ്ടാവും, നമ്മളുടെ എന്താണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവില്ലേ, ഡീറ്റെയിൽസ്, പഠിച്ച കാര്യങ്ങള്, നമ്മുടെ നോളജ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. അതുപോലെ തന്നെ എന്താണ് ഫാമിലി ഡീറ്റെയിൽസ്, അതുപോലെ തന്നെയാണ് ഇതിൽ ടെംപ്ലേറ്റ്സ്. എന്താണ് ബിസിനസ്സുമായിട്ടാണെങ്കിൽ എന്താണ് കമ്പനിയുടെ ലോഗോ, അതിന്റെ എല്ലാ സർവീസിന്റെ കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടാവും. അതാണ് ടെംപ്ലേറ്റ്സ്. ഇതന്നെ സെയിം തന്നെയാണ് കേട്ടോ, അതും സെയിം തന്നെയാണ്. എടുത്തിട്ടൊന്നും ടെംപ്ലേറ്റ്സ് ആണ് തന്നെയാണ് ഇത്. ഇനി കണ്ടോ, എന്താണ് പറഞ്ഞില്ലേ, എന്താണ് സ്ലൈഡില് പല പിക്ചേഴ്സ് ആഡ് ചെയ്യാം, ഡയഗ്രാംസ് ആഡ് ചെയ്യാം അല്ലെ. എന്താണ് പൈ ഡയഗ്രാം ആണ്, എന്താണ് ബാർ ഡയഗ്രാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഗ്രാഫിക്സ് ആഡ് ചെയ്ത് നമുക്ക് ചാർട്ടുകളായിട്ട്, നമുക്ക് ചാർട്ടുകള്, ഡയഗ്രാംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, എന്താ പിക്ചർ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റും അല്ലെ. സ്ലൈഡില് ഒരു പിക്ചർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരു പിക്ചർ ആയിട്ട് നമുക്ക് ആ സ്ലൈഡ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. പിക്ചർ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞു. ഓക്കെ, മനസ്സിലായോ? പിക്ചേഴ്സ് ഉണ്ട്, പിക്ചർ ആഡ് ചെയ്യാം, ഡയഗ്രാംസ്, ചാർട്ട്, ടേബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ടെംപ്ലേറ്റ്സ് ആണ് ഇത് കേട്ടോ. പല സ്ലൈഡുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത്രേ ഉള്ളൂ. മനസ്സിലായോ എന്താണെന്നുള്ളത്, പറഞ്ഞ കാര്യങ്ങളൊക്കെ? ഓക്കെ, ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവർക്കും? ഇത്രയും വരെ നാളെ വരുമ്പോ പഠിച്ചിട്ട് വരാം കേട്ടോ. താങ്ക് യു.